Good morning. Morning, ma'am. Good morning, ma'am. Morning, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ അക്രഡിറ്റേഷൻ എവിടെ വരെ എടുത്ത് നിർത്തിയത്? How to apply, ma'am? How to apply വരെ അല്ലേ? Okay. How to apply വരെ എടുത്തു അല്ലേ? ക്ലിയർ ആണോ അവിടെ വരെ? ക്ലിയർ ആണോ? Yes, ma'am. Clear ആണ്. ഓക്കെ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അക്രഡിറ്റേഷന്റെ പ്രോസസ് ആണ്. പക്ഷെ അത് നമുക്ക് ബാക്കി സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. കാരണം അക്രഡിറ്റേഷൻ പ്രോസസ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓരോ പ്രോസസ്സും എന്താണെന്ന് ആദ്യം പഠിച്ചിട്ട് നമുക്ക് ആ ഒരു സ്റ്റെപ്പുകൾ ആ ഒരു ബോക്സ് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ അടുത്തത് നാബിന്റെ അക്രഡിറ്റേഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് പ്രിപ്പറേഷൻ ഓഫ് പോളിസീസ് ആൻഡ് മാനുവൽസ്. പ്രിപ്പറേഷൻ ഓഫ് പോളിസീസ് ആൻഡ് മാനുവൽസ് എന്ന് പറയുമ്പോൾ അറിയാലോ എന്തായിരിക്കും? നാബിന്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ മിസ് പറയുന്നത്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ നാബിന്റെ അക്രഡിറ്റേഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ പറയുന്നത്. ഒരു നാബ് അക്രഡിറ്റേഷൻ കൊടുക്കണമെങ്കിൽ ആ ഹോസ്പിറ്റല് ചെയ്യേണ്ടതായിട്ടുള്ള കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ? ആ പ്രൊസീജിയേഴ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പ്രധാന ബോക്സിലേക്ക് വരാം. അപ്പൊ കുറച്ചും കൂടി അത് ക്ലിയർ ആവും കേട്ടോ. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രിപ്പറേഷൻ ഓഫ് പോളിസീസ് ആൻഡ് മാനുവൽസ് എന്ന് പറയുന്നത്. നോക്കിയേ, the hospital shall prepare the quality manual, policies and procedures and other manual required as per the NAB standard. നാബിന്റെ സ്റ്റാൻഡേർഡുകൾക്കനുസരിച്ചുള്ള പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങള്, പോളിസികള്, ക്വാളിറ്റി മാനുവൽസ്, ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട മാനുവൽസ് എല്ലാം ആര് പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ ആര് തയ്യാറാക്കണം? ഹോസ്പിറ്റലാണ് തയ്യാറാക്കേണ്ടത്. അപ്പൊ നാബിന്റെ ഒരു അക്രഡിറ്റേഷൻ വേണമെങ്കിൽ ആദ്യം അവര് ആ ഹോസ്പിറ്റലുകാർ എന്ത് തയ്യാറാക്കണം? നാബിന്റെ സ്റ്റാൻഡേർഡുകൾക്കനുസരിച്ചുള്ള ആവശ്യകതകൾക്കനുസരിച്ചുള്ള ക്വാളിറ്റി മാനുവൽസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും ക്വാളിറ്റി മാനുവൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏതായിരിക്കാം ക്വാളിറ്റി മാനുവൽസ് അല്ലെ? സ്റ്റാൻഡേർഡ്സ് വരാം അല്ലെ? അതിൽ പാലിക്കേണ്ടതായിട്ടുള്ള അവര് നാബ് സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ് അവിടെ പ്രവർത്തിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ കൊണ്ടുവരേണ്ടത്. അതുപോലെ ഇത് ശരിക്കും ഒരു ഡോക്യുമെന്റ് ആണ്. ക്വാളിറ്റി മാനുവൽ എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റ് ആണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? ആ ഒരു ഓർഗനൈസേഷന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ക്വാളിറ്റി മാനുവൽ എന്ന് പറയുന്നത്. എന്താണ്? ആ ഒരു ഓർഗനൈസേഷന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഇതിലപ്പോ ആ ഓർഗനൈസേഷൻ പാലിക്കേണ്ടതായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് മുതലായ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡോക്യുമെന്റിൽ ഉണ്ടായിരിക്കും കേട്ടോ. ആ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വാളിറ്റി മാനുവൽ തയ്യാറാക്കണം. അതുപോലെ തന്നെ ക്വാളിറ്റി പോളിസീസ്, അതിലെന്തായിരിക്കും കൂടുതലും ക്വാളിറ്റി പോളിസി എന്ന് പറയുമ്പോൾ ആരെയായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക? പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള കെയറുകളായിരിക്കും കൂടുതൽ ആ പോളിസിയിൽ ഉന്നമനം നൽകുന്നത് കേട്ടോ. പേഷ്യൻസിന് വേണ്ടിയിട്ട് അവരുടെ സെന്റേർഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ കേന്ദ്രീകരിച്ച് അവർക്ക് നല്ല രീതിയിലുള്ള പരിചരണങ്ങൾ എങ്ങനെ കൊടുക്കാൻ പറ്റും അല്ലെ? അതിനു വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരണം, പേഷ്യൻസിന്റെ റൈറ്റ്സ് നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒത്തിരി കാര്യം. അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും ഈ പറയുന്ന പോളിസി, ക്വാളിറ്റി പോളിസിയിൽ ഉൾപ്പെടുന്നത്. അതുപോലെ ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഒക്കെ അവിടെ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി നടപടിക്രമങ്ങളുണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ആ ഒരു നാബിന്റെ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റി മാനുവലുകള്, പോളിസികള്, പ്രൊസീജിയേഴ്സ് മുതലായവയൊക്കെ ആര് പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ ആരാണ് തയ്യാറാക്കേണ്ടത്? ഹോസ്പിറ്റലാണ് തയ്യാറാക്കേണ്ടത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയ ഫസ്റ്റ് സ്റ്റെപ്പ്.
ഓക്കെ ആണോ? ഓക്കെ. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ആപ്ലിക്കേഷൻ ഫോർ അക്രഡിറ്റേഷൻ. ഇനി നമ്മൾ പറഞ്ഞിരുന്നു, ആദ്യം നമ്മൾ പറഞ്ഞു എങ്ങനെ അപ്ലൈ ചെയ്യണം അല്ലെ? എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നാ പറഞ്ഞേ? എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട്? വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്യണം. അതൊരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് അല്ലെ, ഒരു പുതിയ ഇമെയിൽ ഐ ഡി വെച്ച് നമ്മൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. അപ്പൊ അവിടെ ഇമെയിൽ ഐ ഡി ആക്ടിവേറ്റ് ആക്കും. അതോടൊപ്പം നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും ലഭ്യമാവും അല്ലെ. അതിലൂടെയാണ് നമ്മൾ അവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും അല്ലെ. ഇനി ആ ഒരു അക്കൗണ്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കണം. അതാണ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. The hospital shall apply to NAV as per the instruction given in the online application portal. ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടലിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നാവിലേക്കുള്ള അക്രഡിറ്റേഷന് വേണ്ടിയുള്ള അപേക്ഷ ഹോസ്പിറ്റലുകൾ സമർപ്പിക്കണം. ആൻഡ് ഹോസ്പിറ്റൽ ഷുഡ് fill the application and provide the information details very carefully as these are relevant to determine the scope of service and to take the process further. ഇനി ഇവിടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവിടെ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന, ആര് പ്രൊവൈഡ് ചെയ്യുന്ന? ആ ഹോസ്പിറ്റലുകാരല്ലേ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അവര് അവരുടേതായ കുറെ ഡീറ്റെയിൽസ് കൊടുക്കുമല്ലോ. അപ്പൊ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചു വേണം ആ ഇൻഫർമേഷൻസ് കൊടുക്കാനായിട്ട്. കാരണം എന്തുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്? ആ ഇൻഫർമേഷൻസ് വളരെ പ്രസക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ വന്നാൽ ആ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ റിജക്റ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. ആൻഡ് ഡിറ്റർമൈൻ ദ സ്കോപ്പ് ഓഫ് ദ സർവീസ്. ആ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ആയിരിക്കും എന്ത് നിർണ്ണയിക്കുന്നത്? ആ ഒരു സർവീസിന്റെ, ആ ഹോസ്പിറ്റൽ നൽകുന്ന സർവീസുകളുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്. ഇനി ഈ പറയുന്ന അക്രഡിറ്റേഷൻ പ്രോസസ്സ് തുടർന്ന് അല്ലെങ്കിൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ശരിക്കും ഈ ആപ്ലിക്കേഷന്റെ ബേസിസിലാണ്. ഒരു ആപ്ലിക്കേഷൻ വളരെ റിയൽ ആണെന്ന് തോന്നിയാലല്ലേ ആ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സിലൂടെ അത് മുന്നോട്ട് പോവുള്ളൂ. അതേസമയം അവരത് പരിശോധിക്കുന്ന സമയത്ത് അതിൽ മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഇവർ കൊടുത്തിരിക്കുന്നതിൽ പൊരുത്തക്കേടുകളോ കാര്യങ്ങളോ തോന്നിയാൽ അപ്പോൾ അവിടെ വെച്ച് ആ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് എല്ലാ ഇൻഫർമേഷൻസും കൊടുക്കാനായിട്ട്. വേഗം വായിച്ചു നോക്കിയേ ആപ്ലിക്കേഷൻ ഫോർ അക്രഡിറ്റേഷൻ. ഓക്കെ, നമ്മളിപ്പോ രണ്ട് സ്റ്റെപ്പാണ് പറഞ്ഞത്. ഒന്നാമത്തത് പ്രിപ്പറേഷൻ ഓഫ് പോളിസീസ് ആൻഡ് മാനുവൽ. നമ്മൾ നേരത്തെ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. കാരണം എന്താ, ആപ്ലിക്കേഷൻ തൊട്ട് മുൻപല്ലല്ലോ നമ്മൾ പോളിസിയും മാനുവലും ഉണ്ടാക്കേണ്ടത്. എത്ര മാസം മുമ്പെങ്കിലും അവിടെ നാബിന്റെ സ്റ്റാൻഡേർഡ്സ് പാലിക്കണം എന്നാ പറയുന്നത്. 3 മാസം അല്ലെ, മിനിമം ഒരു 3 മന്തെങ്കിലും മുൻപേ തന്നെ ആ ഒരു സ്ഥാപനം നാബിന്റെ സ്റ്റാൻഡേർഡ്സ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. അപ്പോൾ മുതല് നമ്മൾ ഈ പോളിസിയും പ്രൊസീജിയേഴ്സും ഒക്കെ കൃത്യമായിട്ട് അവിടെ അതിനനുസരിച്ചുള്ളത് പാലിച്ച് പ്രിപ്പയർ ചെയ്ത് പാലിച്ചു കൊണ്ടുവരേണ്ടതാണ് കേട്ടോ. അതിനുശേഷം ആ 3 മാസം അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. മനസ്സിലായോ? ദെൻ മൂന്നാമത്തെ സ്റ്റേജ് ആണ് സ്ക്രൂട്ടിനിറ്റി ഓഫ് ആപ്ലിക്കേഷൻ. എന്താണ് ചെയ്യുന്നത്? ആപ്ലിക്കേഷനെ സൂക്ഷ്മ പരിശോധന നടത്തും അല്ലെ. The hospital, the reference ID for the application is generated once the hospital pays the application fees from the main payment option of the online application form. ഇവിടെ എന്താണ്? ഒരു റെഫറൻസ് ID നമുക്ക് കിട്ടും. എപ്പോഴാണ് കിട്ടുക? ഈ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തു അല്ലെ, ആപ്ലിക്കേഷൻ കൊടുത്ത് ഇത് സൂക്ഷ്മ പരിശോധന നടത്തും അല്ലെ. അവിടെ സൂക്ഷ്മ പരിശോധന നടത്തണമെങ്കിൽ the application is generated once the hospital pays the application fees from the main payment option of the online application form. നമ്മൾ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഒക്കെ അയക്കുമ്പോൾ നമുക്കറിയാം അവരൊരു പേയ്മെന്റ് ഈടാക്കും അല്ലെ. ചെയ്യാറുണ്ടോ? പേയ്മെന്റ് ഓപ്ഷൻ കാണിക്കാറില്ലേ? അപ്പൊ നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോഴാണ്
അവരെന്ത് ചെയ്യുന്നത് നമുക്കൊരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള റെഫറൻസ് ID ഒക്കെ തരും അല്ലെ. പിന്നെ ആ ID ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആപ്ലിക്കേഷൻ ഏതൊക്കെ പ്രോസസ്സിലൂടെ കടന്നുപോയി, ഏത് സ്റ്റേജ് വരെ എത്തി എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും അല്ലെ, ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും എന്താണ്, ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മെയ്ഡ് പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ മെയ്ഡ് പേയ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ കയറി ആവശ്യമായ ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് ആരടയ്ക്കണം, അത് ഹോസ്പിറ്റലുകാർ അടയ്ക്കണം. അങ്ങനെ ഹോസ്പിറ്റൽ ആ പേയ്മെന്റ് അടച്ചു കഴിയുമ്പോൾ അവർക്ക് ഒരു റെഫറൻസ് ID ഈ ആപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്ത് കൊടുക്കും. ആ ഒരു ആപ്ലിക്കേഷന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു റെഫറൻസ് ID ഉപയോഗിച്ചിട്ടാണ് പിന്നീട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ എത്രത്തോളമായി, ഏത് സ്റ്റേജ് വരെ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് എത്തിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാൻ പറ്റും, track ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. Then NAB officers shall scrutinize the application form for its completeness. ഇനി ഈ പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തു, ഫീസും അടച്ചു അല്ലെ, എന്നാൽ മാത്രം പോരാ അല്ലെ, നമ്മൾ അവിടെ NAB ഓഫീസേഴ്സ് ഉണ്ടാവും. ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോം ഒക്കെ കൃത്യമാണോ, പൂർണ്ണമായിട്ടാണോ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങള് സൂക്ഷ്മ പരിശോധന നടത്താൻ വേണ്ടി NAB എന്ത് ചെയ്യും, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ടാവും. ഓഫീസേഴ്സ് ആയിരിക്കും ഈ ആപ്ലിക്കേഷൻ ഫോം പൂർണ്ണമായിട്ടാണോ ഉള്ളത്, എല്ലാ വിവരങ്ങളും പൂർണ്ണമായിട്ട് അവരതിൽ കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ സൂക്ഷ്മ പരിശോധന നടത്തി ഉറപ്പുവരുത്തും. Then hospital may correspond to NAB via writing in the remark corner of the online portal of the hospital. ഇനി നമ്മുടെ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് NAB-ുമായിട്ട് ഇവർക്കൊരു കമ്മ്യൂണിക്കേഷൻ വേണം അല്ലെ. NAB-നുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടേ, എവിടെ വരെ ഈ പ്രോസസ് എത്തി, ഇനി എന്നാണ് ഇവർ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് വിസിറ്റ് ചെയ്യാൻ വരുന്നത് അല്ലെ, അതൊക്കെ അറിയാൻ വേണ്ടി ഒരു കമ്മ്യൂണിക്കേഷൻ വേണം അല്ലെ. അവിടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ആ ഒരു ഓൺലൈൻ പോർട്ടലില് ഒരു റിമാർക്സ് കോളം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ആ റിമാർക്സ് കോളത്തിലാണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നടത്തുന്നത്. ഇപ്പൊ NAB-നെ അറിയിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലേ, ഹെൽപ്പിംഗ് സെന്റർ എന്നൊക്കെ പറഞ്ഞു തരാറില്ലേ, ഒരു പേജ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു റിമാർക്ക് കോളം വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ, റിമാർക്ക് കോളം ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഒരു എൻക്വയറി നടത്തി, നമ്മൾ പിറ്റേ പ്രാവശ്യം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു എൻക്വയറി നടത്തണമെങ്കിൽ നമ്മൾ ആദ്യം അയച്ച മെസ്സേജുകളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത്? ആദ്യം അയച്ച മെസ്സേജുകളൊക്കെ ഒരിക്കലും മാഞ്ഞു പോവില്ല, മറിച്ച് അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ ചാറ്റ് ചെയ്യുന്ന ആ ഒരു ടൂളിൽ തന്നെ ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ? അത് തന്നെയാണ് ഇവരുടെയും ഉദ്ദേശം. എന്ന് വെച്ചാല് നമ്മളൊരു ഇമെയിൽ ഐഡി നിങ്ങൾക്ക് പറയാ പഠിക്കാനുണ്ട് കേട്ടോ, അത് ഇവിടെ പറയുന്നത് മാത്രം കേട്ടോ. ഇമെയിൽ ഐഡിയിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ മറ്റു രീതിയിലുള്ള ഒരു മെസ്സേജോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് പിന്നീടുള്ള എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷന് വേണ്ടി ചിലപ്പോൾ യൂസ് ചെയ്യാനായിട്ട് പറ്റാതെ വരും, അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് ഒരു റിമാർക്ക് കോളം വെച്ചിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ പിന്നീട് എന്തൊരാവശ്യം വന്നാലും അവർക്ക് അത് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ നമുക്ക് ആദ്യം ഒരു ഡൗട്ട് വന്നു, നമ്മളൊരു ഡൗട്ട് ചോദിക്കാൻ അവരുടെ അടുത്ത് ഇന്ന കാര്യം എങ്ങനെ ചെയ്യണം, അവരതിനുള്ള കൃത്യ മറുപടി തരും അല്ലെ. പിന്നീട് കുറച്ച് നാളെ നമുക്ക് ഇതേ സെയിം ഡൗട്ട് വന്നു, നമ്മൾ മറന്നുപോയി അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. നമുക്ക് ഈ ഒരു പേജിൽ അല്ലെങ്കിൽ ഈ റിമാർക്ക് കോളത്തിൽ കയറിയാൽ അതിന്റെ ആൻസർ കിട്ടില്ലേ? കിട്ടും അല്ലെ. അതേസമയം അല്ലാത്ത രീതിയിലുള്ള മെസ്സേജുകളോ അല്ലെങ്കിൽ ഇമെയിലോടെ ആണെങ്കിൽ ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവരെപ്പോഴും ഈ NAB-ഉമായിട്ട് ഹോസ്പിറ്റൽസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിലൂടെയാ ഈ റിമാർക്സ് കോളം, നമ്മുടെ ഓൺലൈൻ പോർട്ടലിലുള്ള ഈ റിമാർക്സ് കോളത്തിലൂടെയാണ് കേട്ടോ. അപ്പൊ സ്ക്രൂട്ടിനിറ്റി ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല് അത് എന്താണ്, പ്രധാനമായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ അതിനുള്ള ഓൺലൈൻ പോർട്ടലില് മേക്ക് പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ആവശ്യമായ ആപ്ലിക്കേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഒരു റെഫറൻസ് ID നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും. ഇതിന് ശേഷം ആ ഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ അടച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ NAB അതിന് വേണ്ടിയിട്ടുള്ള ഓഫീസേഴ്സിനെ നിയമിച്ചിട്ടുണ്ടാവും. ഇതിനു വേണ്ടിയാ ഈ ഓരോ ആപ്ലിക്കേഷൻസും പൂർണ്ണമായിട്ടാണോ അവർ ലഭിച്ചിരിക്കുന്നത്, ആ ആപ്ലിക്കേഷനിലെ മറ്റെന്തെങ്കിലും ഭാഗങ്ങൾ അവർ വിട്ടുപോയിട്ടുണ്ടോ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് NAB ഓഫീസേഴ്സ് സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നതാണ് സൂക്ഷ്മ പരിശോധന നടത്തുക കേട്ടോ.
സൂക്ഷ്മ പരിശോധനകൾ നടത്താനായിട്ട് ഒരു ലാബ് ഓഫീസറെ വെച്ച് കാണും. ദെൻ ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യണം? ലാബുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തണമെങ്കിൽ എന്തിലൂടെ നമുക്ക് എഴുതിയാണ് ചോദിക്കാൻ സാധിക്കുന്നത്? ഓൺലൈൻ പോർട്ടലിലെ റിമാർക്സ് കോളത്തിലൂടെയാണ് നമുക്കത് സാധ്യമാകുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. സ്ക്രൂട്ടിനിറ്റി ഓഫ് ആപ്ലിക്കേഷൻ. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് നോട്ടിഫിക്കേഷൻ ഓഫ് പ്രിൻസിപ്പൽ അസസർ ആൻഡ് അസസ്മെന്റ് ടീം. നോക്കിയേ, the NAB shall appoint പ്രിൻസിപ്പൽ അസസർ. ഇപ്പൊ നമുക്ക് മൂല്യനിർണ്ണയം നടത്തണം അല്ലെ? ഓരോ സ്ഥാപനത്തിനെയും മൂല്യനിർണ്ണയം നടത്താൻ വേണ്ടി NAB എന്ത് ചെയ്യും? ഒരു അസസ്മെന്റ് ടീമിനെ സജ്ജീകരിക്കും. എല്ലാവരും കൂടി അല്ല ചെയ്യുന്നത് അല്ലെ? എവിടെയാണെങ്കിലും അങ്ങനെയുള്ള മൂല്യനിർണ്ണയം നടത്താൻ ഒരു ടീമായിട്ടായിരിക്കും അവർ വിടുക അല്ലെ? അപ്പൊ അവിടെ ഒരു പ്രിൻസിപ്പൽ അസസർ ഉണ്ടാവും. അത് മുഖ്യമായിട്ടുള്ള ഒരു വ്യക്തി. ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഒരു പ്രിൻസിപ്പൽ ഇല്ലേ? ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ട്, അവരുടെ ഹെഡായിട്ട് നിൽക്കുന്ന ഒരു പ്രിൻസിപ്പൽ ഇല്ലേ? അതുപോലെ തന്നെ ഇവിടെയും NABിന് ഒരു അസസ്മെന്റ് ടീം ഉണ്ട്. ആ ടീമിനെ മുഖ്യമായിട്ട് ആ ടീമിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനും എല്ലാ രീതിയിലുമുള്ള ഓവറോൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റിന് വേണ്ടി ഒരു പ്രിൻസിപ്പൽ അസസർ ഉണ്ടാവും. മൂല്യനിർണ്ണയം നടത്തുന്ന വ്യക്തികളെയാണ് അസസേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. മൂല്യനിർണ്ണയം നടത്തുന്ന ആളുകൾ കേട്ടോ. നമ്മുടെ ഒരു പ്രിൻസിപ്പൽ അസസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത്? ആ വ്യക്തിയെ ഈ NAB എന്ത് ചെയ്യും? അപ്പോയിന്റ്മെന്റ് ചെയ്യും അല്ലെങ്കിൽ നിയമിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രിൻസിപ്പൽ അസസറിനെ നിയമിക്കുന്നത്? who shall have the overall responsibility of conducting the assessment for the hospital and a team of other assessors. എന്താണ് അവിടെ ഒരു ഓവറോൾ റെസ്പോൺസിബിലിറ്റി ആണ് ഇടപെടുന്നത്. മൊത്തത്തിലുള്ള ഉത്തരവാദിത്തം. ഇതിനൊക്കെയുള്ള മൊത്തത്തിൽ ഉത്തരവാദിത്തമാണ് മൂല്യനിർണ്ണയം നടത്താറുണ്ട് അല്ലെ? ഹോസ്പിറ്റലിലെ അസസ്മെന്റ് അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്താറുള്ളതും അതുപോലെ തന്നെ a team of other assessors, മറ്റ് അസസിംഗ് ടീം മെമ്പേഴ്സ് ഇല്ലേ, അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഓവറോൾ ആയിട്ട് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും കൊടുത്തിരിക്കുക? ഈ പ്രിൻസിപ്പൽ അസസറിനായിരിക്കും. അപ്പൊ ആ വ്യക്തി ആയിരിക്കണം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓവറോൾ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത്. മനസ്സിലായോ? NAB shall appoint എന്താണ്? പ്രിൻസിപ്പൽ അസസർ who shall have the overall responsibility of conducting the assessment for the hospital and a team of other assessors. ഇവിടെ പ്രിൻസിപ്പൽ അസസേഴ്സ് കൊണ്ട് അവരുടെ കീഴില് മറ്റുള്ള ഒരു ടീം അസസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടീം ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ആ ടീമിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളും നോക്കണം. അതോടൊപ്പം തന്നെ ആ ഹോസ്പിറ്റലിന്റെ പൂർണ്ണമായിട്ടുള്ള അസസ്മെന്റ് അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്താനായിട്ടുമുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, മൊത്തത്തിലുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കാണ്? ഈ NAB അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നിയമിച്ചിരിക്കുന്ന ഈ പ്രിൻസിപ്പൽ അസസറിനാണ്. ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? Then he or she will evaluate the adequacy of all the documents, including the quality manual, policies and procedures, and other departmental manuals as mandated by the standards. ഇനി എന്താ? ഇവര് വെറുതെ വന്നാൽ എന്ത് ചെയ്യില്ല? അസസ്മെന്റ് അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്തുകയല്ല ചെയ്യുന്നത് അല്ലെ? ഇവരെന്താ ചെയ്യുക? പ്രിൻസിപ്പൽ അസസർ എന്ത് ചെയ്യും? കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ നടത്തും. അതായത് മതിയായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഇവർ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവര് NABിന്റെ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, പ്രിപ്പറേഷൻ ഓഫ് ക്വാളിറ്റി മാനുവൽസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കണം. നിർബന്ധമാണ്. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചു, അത് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും ആര് ചെക്ക് ചെയ്യും അല്ലെങ്കിൽ ആര് വിലയിരുത്തും? ഈ പ്രിൻസിപ്പൽ അസസറാണ് വിലയിരുത്തുന്നത്. അപ്പൊ ആ ഒരു എല്ലാ ഡോക്യുമെന്റ്സും ഏതൊക്കെയാ? ക്വാളിറ്റി മാനുവല്, ആ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട ആ ഹോസ്പിറ്റലിൽ പാലിക്കുന്ന പോളിസികള്, പ്രൊസീജിയേഴ്സ്, അതുപോലെ മറ്റു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട മാനുവൽസ് മുതലായവയൊക്കെ ആസ് മാൻഡേറ്റഡ് ബൈ ദ സ്റ്റാൻഡേർഡ്സ്. ആ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ NABിന്റെ മാനദണ്ഡങ്ങൾക്ക് പ്രകാരം അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ക്വാളിറ്റി മാനുവല്,
പോളിസികള്, പ്രൊസീജിയേഴ്സ്, മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട മാനുവൽ മുതലായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും ആര് ഇവാലുവേറ്റ് ചെയ്യുമെന്ന് വിലയിരുത്തും? ഈ പ്രിൻസിപ്പൽ അസസർ വിലയിരുത്തും. മനസ്സിലായോ? നോട്ടിഫിക്കേഷൻ ഓഫ് പ്രിൻസിപ്പൽ അസസർ ആൻഡ് അസസ്മെന്റ് ടീം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അവിടെ ഒരു പ്രിൻസിപ്പൽ അസസർ എന്ന് പറയുന്നത് നാം അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെ? മൂല്യനിർണ്ണയം നടത്താൻ വേണ്ടിയിട്ട് നാബ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ കീഴിൽ ഒരു ടീം ഓഫ് അസസ്മെന്റ് ടീം ഉണ്ടായിരിക്കും. ആ ടീമിന്റെയും അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള വിലയിരുത്തൽ അല്ലെങ്കിൽ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഒരു ഉത്തരവാദിത്തം, ഓവറോൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? ഈ പ്രിൻസിപ്പൽ അസസറിനായിരിക്കും. ഈ വ്യക്തിയായിരിക്കും നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുൻപ് മുതലുള്ള നാബ് സ്റ്റാൻഡേർഡ്സിന് അനുസൃതമായിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള ക്വാളിറ്റി മാനുവല്, പോളിസികള്, പ്രൊസീജിയേഴ്സ്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട മാനുവല് മുതലായ എല്ലാ ഡോക്യുമെന്റ്സിന്റെയും കൃത്യമായ ഇവാലുവേഷൻ അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുന്നത് ഈ പ്രിൻസിപ്പൽ അസസർ ആയിരിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ 4 സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ. 4 എണ്ണം കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? 4 എണ്ണം ഡൗട്ട് ഇല്ലല്ലോ? നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് അസസ്മെന്റ് കണ്ടക്ടഡ് ബൈ നാബ്. അപ്പൊ നാബ് കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നാബ് നടത്തിയിട്ടുള്ള അസസ്മെന്റ് തരങ്ങളുണ്ട്. അപ്പൊ എല്ലാ ഹോസ്പിറ്റലും ചിലപ്പോൾ ഒരേ രീതി ആയിരിക്കില്ല അസസ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നമ്മൾ നേരിട്ട് പോയി നാബിലെ ടീം നമ്മൾ നേരിട്ട് പോയി എന്ത് ചെയ്യാറുണ്ട്? അസസ്മെന്റ് നടത്താറുണ്ട്. ചിലവര് എങ്ങനെയായിരിക്കും? ഓൺലൈനായിട്ട് മറ്റു സ്ഥലങ്ങളിൽ ഇരുന്നായിരിക്കും അസസ്മെന്റുകൾ നടത്തുന്നത്. അല്ലെങ്കിലോ ചിലപ്പോൾ 2 രീതിയും ഉണ്ടാവും. കുറച്ച് സാധനങ്ങൾ അവരെന്ത് ചെയ്യും? കുറച്ച് സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളൊക്കെ വന്ന് നേരിട്ട് വന്ന് ചിലപ്പോൾ അസസ്മെന്റ് നടത്തും. ബാക്കിയുള്ളവ എന്ത് ചെയ്യും? വെർച്വൽ പ്ലാറ്റ്ഫോമുകളിലൂടെ വേറെ ദൂരെ എവിടെയെങ്കിലും ഇരുന്നായിരിക്കും ചിലപ്പോൾ അസസ്മെന്റ് നടത്തുന്നത് കേട്ടോ. ഈ നാബ് നടത്തിയിട്ടുള്ള അസസ്മെന്റുകളുടെ തരങ്ങളിൽ ടൈപ്പ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓരോ സ്ഥാപനങ്ങളുടെയും ഡിസ്റ്റൻസുകളുടെയും അടിസ്ഥാനത്തിൽ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. ഓക്കെ, then NAB in coordination with the hospital may choose to follow one of the following methods for conduct of the assessment based on environmental factors prevailing in the region in order to ensure business continuity in its operations without compromising on quality. The NAB in coordination with the hospital, hospital NAB കൂടി ഏകോപിച്ചുകൊണ്ട് താഴെ പറയുന്ന ഏതെങ്കിലും രീതികൾ അല്ലെങ്കിൽ മെത്തേഡുകൾ ഫോളോ ചെയ്തുകൊണ്ടാണ് അവിടെ അസസ്മെന്റ് അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്തുന്നത്. ബേസ്ഡ് ഓൺ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. എന്തിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാ? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് പ്രിവെയിലിംഗ് ഇൻ ദ റീജിയൻ. ആ പ്രദേശത്ത് നിലനിൽക്കുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനനുസരിച്ച് അല്ലെങ്കിൽ പാരിസ്ഥിതിക ഘടകങ്ങൾ അനുസരിച്ച്. അതായത് ഇപ്പൊ നമുക്കറിയാം കോവിഡ് ഒക്കെ വന്ന സമയത്ത്, ഒരു എക്സാമ്പിൾ ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട് കേട്ടോ. കോവിഡ് ഒക്കെ വന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയായിരുന്നു, നേരിട്ട് അവിടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ പോയി നമുക്ക് നേരിട്ട് ചിലപ്പോൾ അസസ്മെന്റ് നടത്താൻ പറ്റുമോ? ഇല്ല അല്ലെ? നേരിട്ട് പറ്റുമായിരുന്നില്ല. ആ സമയത്ത് അങ്ങനെയായിരുന്നു. അപ്പൊ ഓൺലൈൻ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്തെ ആ ഏരിയയിലെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പ്രദേശത്തെ ആ ഒരു എൻവയോൺമെന്റ് അനുസരിച്ച്, ആ പാരിസ്ഥിതികമായിട്ടുള്ള പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾക്ക് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? നോഡൽ അസസ്മെന്റിന് വേണ്ടി ഏത് തരത്തിലുള്ളത് വേണമെന്ന് തീരുമാനിക്കും. ചിലപ്പോൾ ഒത്തിരി ദൂരമൊക്കെ യാത്ര ചെയ്ത്, ചിലപ്പോൾ ഇതിന്റെ മെയിൻ ഹെഡ് ഓഫീസിൽ നിന്ന് ഒത്തിരി ദൂരെയാണ് ഈ പറയുന്ന സ്ഥാപനം ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവർ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് ഏതായിരിക്കും? വെർച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള രീതി ആയിരിക്കും ചിലപ്പോൾ പെർഫോം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആ ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന പ്രദേശത്തെ ആ ഒരു
എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പാരിസ്ഥിതിക ഘടകങ്ങൾക്കനുസരിച്ച് ആൻഡ് ഇൻ ഓർഡർ ടു എൻഷുവർ ബിസിനസ് കണ്ടിന്യൂറ്റി ഇൻ ഇറ്റ്സ് ഓപ്പറേഷൻ. അവരുടെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു ബിസിനസിന്റെ തുടർച്ച, അവരുടെ ആ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ തുടർച്ച എങ്ങനെയാണ് എന്നതിനനുസരിച്ച് ആൻഡ് വിത്തൗട്ട് കോംപ്രമൈസിംഗ് ഓൺ ക്വാളിറ്റി, ഇവിടെ ഗുണനിലവാരത്തില് യാതൊരുവിധ വിട്ടുവീഴ്ചയും അവിടെ ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ രീതികളിൽ പല വ്യത്യാസങ്ങൾ വരുത്തുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ ആ ഒരു ക്വാളിറ്റിയിൽ എന്തെങ്കിലും കോംപ്രമൈസ് നടത്തുന്നുണ്ടോ? ഇല്ല. ഒരുപോലെ എല്ലാ സ്ഥാപനവും ഒരേപോലെയുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അവിടെ അക്രഡിറ്റേഷൻ നൽകുകയുള്ളൂ കേട്ടോ. അല്ലാതെ അവിടെ പ്രിവീലിംഗ് എന്ന് പറഞ്ഞാല് എന്താണ്, നിലനിൽക്കുന്ന കേട്ടോ, ആ ഒരു പ്രദേശത്ത് നിലനിൽക്കുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, പാരിസ്ഥിതിക ഘടകങ്ങൾ കേട്ടോ. ഓക്കെ. And in order to ensure the business continuity, ആ ബിസിനസിന്റെ തുടർച്ച in its operations, അവിടുത്തെ പ്രവർത്തനങ്ങളിലെ ആ ഒരു തുടർച്ചയും and without compromising on quality, ഗുണനിലവാരത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യാതെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ഏത് തരത്തിലുള്ള ഒരു അസസ്മെന്റ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലായോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. ഇനി നമ്മൾ ആ ഓരോ ടൈപ്പും പറയാണ് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് ഓൺ സൈറ്റ് അസസ്മെന്റ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ അറിയാലോ, ഓൺ സൈറ്റ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഓൺ സൈറ്റ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ അതെ, നേരിട്ട് അവിടെ പോയിട്ടുള്ള അസസ്മെന്റ് ആണ് അല്ലെ, സൈറ്റ് വിസിറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് അല്ലെ. അപ്പൊ നോക്കിയേ, ഇൻ ഓൺ സൈറ്റ് അസസ്മെന്റ് the assessors nominated by NAF makes a visit to the HCO for a predefined mandate based on the bed strength of the hospital. The assessor verifies the documents, facilitates and conduct interview in person at the HCO. ഇവിടെ എന്താ ഓൺ സൈറ്റ് അസസ്മെന്റ്? അപ്പൊ ഇതിൽ നിന്ന് നമുക്കറിയാം അവിടെ നാവ് നോമിനേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നാവ് നിർദ്ദേശിച്ചിട്ടുള്ള ആ മൂല്യനിർണ്ണയം നടത്തുന്ന വ്യക്തി അല്ലെ, അസസർ എന്ത് ചെയ്യുന്നു? ആ ഒരു HCO അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ സന്ദർശിക്കുകയും ഒരു പ്രീ ഡിഫൈൻഡ് മാൻഡേറ്റ് എന്ന് വെച്ചാൽ എന്താ, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു ദിവസം. അപ്പൊ എല്ലാ ദിവസവും അല്ല, അവരെന്ത് ചെയ്യും, ആ ഒരു ഹോസ്പിറ്റലും അതുപോലെ തന്നെ നാവിനും കൂടി പറ്റുന്ന ഒരു ദിവസം ഉണ്ടാവുമല്ലോ അല്ലെ, അവര് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു ദിവസം എന്ത് ചെയ്യുന്നത്, അതായത് പ്രീ ഡിഫൈൻഡ് മാൻഡേറ്റ് പറയുന്നത്, അവര് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു ദിവസം അവരെന്ത് ചെയ്യും, ആ അസസർ നാവ് നോമിനേറ്റ് ചെയ്യുന്ന ഏത് വ്യക്തിയാണോ ആ അസസർ എന്ത് ചെയ്യും, ആ ഒരു HCO അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ വിസിറ്റ് ചെയ്യും, അവരെ സന്ദർശിക്കും. അതിനുശേഷം ബേസ്ഡ് ഓൺ ദ ബെഡ് സ്ട്രെങ്ത് ഓഫ് ദ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിന്റെ ബെഡ് സ്ട്രെങ്തിനെ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് HCO ആണെങ്കിൽ എത്ര ബെഡ് സ്ട്രെങ്ത് വേണം, എത്ര ബെഡ് സ്ട്രെങ്ത് ആണ് വേണ്ടത്? 50 ബെഡ്സിനെ 50 ബെഡ്സ് ആണ് അല്ലെ. അപ്പൊ 50 ബെഡ്സിൽ കൂടുതലാണോ അത് ചെക്ക് ചെയ്യും. ആൻഡ് ദ അസസർ വെരിഫൈസ് ദ ഡോക്യുമെന്റ്, ഇവർ കൊടുത്തിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും കൃത്യമാണോ എന്നുള്ളത് നേരിട്ട് വന്ന് എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യും അല്ലെങ്കിൽ പരിശോധനകൾ നടത്തും. അവിടെ കൊടുക്കുന്ന സൗകര്യങ്ങള്, ഫെസിലിറ്റികൾ എങ്ങനെയാണ്, അവിടെയുള്ള പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള എല്ലാ സ്റ്റാൻഡേർഡ്സും പാലിച്ചുകൊണ്ടുള്ള ഫെസിലിറ്റികളാണോ അവരവിടെ ചെയ്യുന്നത്, അതെല്ലാ കാര്യങ്ങളും ഇവര് പരിശോധിക്കും. ആൻഡ് കണ്ടക്ട് ഇന്റർവ്യൂ ഇൻ പേഴ്സൺ, അവിടുത്തെ പേഷ്യൻസിനോടാവാം, അവിടെയുള്ള സ്റ്റാഫുകളോടാവാം, വ്യക്തിപരമായിട്ടുള്ള അഭിമുഖങ്ങളിലൂടെ പലതരത്തിലുള്ള ഇൻഫർമേഷൻസും ഇവരെന്ത് ചെയ്യും, കളക്ട് ചെയ്യും. അറ്റ് ദ HCO എവിടെയാണ്, ആ ഹോസ്പിറ്റലിൽ നേരിട്ട് വന്ന് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നേരിട്ട് വന്നാണ് അവർ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. And the hospital needs to bear the cost of the assessor's travel and stay. ഈ പറയുന്ന അസസർ ചിലപ്പോ വളരെ ദൂരെ നിന്നൊക്കെ ആയിരിക്കും വരാ അല്ലെ, ചിലപ്പോ ഒത്തിരി ദൂരെ ആയിരിക്കാം വരുന്നത്. അപ്പോ അവര് വരുന്നതിന്റെ ട്രാവല്, അവര് വരുന്ന ഒരു താമസ
അവർ ചിലപ്പോ ദൂരെ നിന്നായിരിക്കും വരും. അപ്പൊ അവർക്ക് ചിലപ്പോ തലേ ദിവസമൊക്കെ അവിടെ പോരേണ്ടി വരും. അപ്പൊ അവർ ചിലപ്പോൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുന്നതായിട്ട് വരും അല്ലെ. അപ്പൊ അവരുടെ താമസത്തിനും അതുപോലെ ട്രാവലിനും യാത്രയ്ക്കുമുള്ള ആ ഒരു ചിലവ് എന്ന് പറയുന്നത് ആരായിരിക്കണം വഹിക്കേണ്ടത്? ആരാണ് അത് വഹിക്കേണ്ടത്? വേർ ദ കോസ്റ്റ്, അവർ ചിലവ് വഹിക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റലുകാരായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഓൺസൈറ്റ് അസസ്മെന്റില് ഇത്രയും മനസ്സിലാക്കുക. പേരിൽ നിന്ന് തന്നെ നിങ്ങൾ കണക്ട് ചെയ്യുക. ഓൺസൈറ്റ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ അസസർ, ലാബ് നിർദ്ദേശിച്ചിട്ടുള്ള അസസർ അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്തുന്ന വ്യക്തി ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നേരിട്ടെത്തി അവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? കൃത്യമായി വിലയിരുത്തൽ നടത്തുന്നു. അപ്പൊ അതിനുവേണ്ടി ഒരു മുൻകൂട്ടി നിശ്ചയിച്ച ദിവസമായിരിക്കും അവരവിടേക്ക് വരുന്നത്. അപ്പൊ അവിടുത്തെ ആ ഒരു ബെഡ് സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് നോക്കും, അവിടെയുള്ള ഡോക്യുമെന്റ്സ് കൃത്യമാണോ എന്ന് പരിശോധിക്കും, കൊടുക്കുന്ന ഫെസിലിറ്റികളെല്ലാം ലാബിലെ സ്റ്റാൻഡേർഡ് പ്രകാരമാണോ എന്ന് നോക്കും. അതുപോലെ ഇന്റർവ്യൂ ഓരോ വ്യക്തികളോടും പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ അഭിമുഖങ്ങളിലൂടെയും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. ഇനി ഈ വരുന്ന അസസറിന്റെ യാത്രാ ചിലവും അവരുടെ താമസ ചിലവും എല്ലാം വഹിക്കേണ്ടത് ആ ഒരു ഹോസ്പിറ്റൽ ആയിരിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഓൺസൈറ്റ് അസസ്മെന്റ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. സെക്കൻഡ് വൺ ആണ് ഡെസ്ക്ടോപ്പ് അസസ്മെന്റ്. അപ്പൊ ഇവിടെ ഡെസ്ക്ടോപ്പ് അസസ്മെന്റില് ഇവിടെ നേരിട്ട് അവർ വരുന്നില്ല, മറിച്ച് എങ്ങനെയായിരിക്കും? ഓൺലൈൻ ആയിട്ടായിരിക്കും അവര് പരിശോധനകൾ നടത്തുന്നത്. ഇതാണ് ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത്. ഏതിന്റെ എക്സാമ്പിളാ പറഞ്ഞേ? കോവിഡ് സമയത്താണ്. ഇത് പ്രധാനമായിട്ടും ആ ഒരു ലിമിറ്റേഷൻ, ആ ഒരു സമയത്ത് നമുക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യുക, സൈറ്റിൽ വിസിറ്റ് ചെയ്ത് അവിടെ അസസ്മെന്റ് നടത്തുക എന്ന് പറയുന്ന കുറച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു അല്ലെ. ആ സമയത്താണ് കൂടുതലായിട്ടും ഈ ഒരു ഡെസ്ക്ടോപ്പ് അസസ്മെന്റിന്റെ മുൻകാര്യം വന്നത് കേട്ടോ. ആ ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് പ്രധാനമായിട്ടും ആ കോവിഡ് സമയത്താണ് കൂടുതലും പ്രാബല്യത്തിൽ വന്നത്. ഡെസ്ക്ടോപ്പ് അസസ്മെന്റിൽ നോക്കി, ഇൻ ദിസ് ടൈപ്പ് ഓഫ് അസസ്മെന്റ് the health care organization will submit information and documents as per the checklist which is based on the application standards for hospital and the same shall be reviewed by lab assessor. ഇവിടെ ഈ ഒരു ഡെസ്ക്ടോപ്പ് അസസ്മെന്റില് നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആ ലാബ് കൊടുത്തിരിക്കുന്ന ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ടായിരിക്കും. ആ ഒരു ചെക്ക് ലിസ്റ്റ് പ്രകാരം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകമായിട്ടുള്ള പറഞ്ഞിരിക്കുന്ന ഒരു ഫോർമാറ്റ് പ്രകാരം ആവശ്യമായ ഇൻഫർമേഷൻസും ഡോക്യുമെന്റ്സും ഒക്കെ എന്ത് ചെയ്യുന്നു? ലാബിലേക്ക് അയച്ചു കൊടുക്കുന്നു. which is based on the application standards, applicable standards, കൃത്യമായ പാലിക്കേണ്ടതായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച്, ഹോസ്പിറ്റൽ പാലിക്കേണ്ടതായിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള രീതിയിലുള്ള ചെക്ക് ലിസ്റ്റുകളായിരിക്കും. അതിനനുസരിച്ച് യോഗ്യമായിട്ടുള്ള രീതിയിലുള്ള ഫോർമാറ്റിലുള്ള കൃത്യമായ ഇൻഫർമേഷൻസ് ഡോക്യുമെന്റ്സ് ഇവരെന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ആ ലാബിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ദ സെയിം ഷാൽ ബി റിവ്യൂഡ് ബൈ ലാബ് അസസർ. ഈ പറയുന്ന ഇവർക്ക് കിട്ടിയിരിക്കുന്ന റിസീവ് ചെയ്തിരിക്കുന്ന ആ കൃത്യമായ ഡിഫൈൻഡ് ആയിട്ടുള്ള ആ ഒരു ഫോർമാറ്റിലുള്ള അല്ലെങ്കിൽ ആ ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഈ ഇൻഫർമേഷൻസും ഡോക്യുമെന്റ്സും അതേ സെയിം ഇൻഫർമേഷൻസ് ആര് അവലോകനം ചെയ്യും? ആ ലാബ് അസസർ അവലോകനം ചെയ്യുകയും ആൻഡ് ദ ഡിസിഷൻ ഓൺ കണ്ടിന്യൂവേഷൻ ഓഫ് shall be based on the recommendations made by the assessor. ഇനി ഈ പറയുന്ന ആ ഒരു അക്രഡിറ്റേഷന്റെ ആ ഒരു കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ തുടർച്ച ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടല്ലേ ഉള്ളൂ, അപ്പൊ ആപ്ലിക്കേഷൻ ഫോമിന്റെ അത് കണ്ടിന്യൂ ചെയ്ത് ബാക്കി പ്രോസസ്സുകളിലേക്ക് പോകണമോ വേണ്ടയോ എന്നത് ആരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനെ ആശ്രയിച്ചായിരിക്കുന്നത്? എന്തിനെ ആശ്രയിച്ചായിരിക്കും? ബേസ്ഡ് അപ്പോൺ ദ റെക്കമെൻഡേഷൻസ് മെയ്ഡ് ബൈ ദ അസസർ. അസസർ അല്ലേ അത് വിലയിരുത്തുന്നത്, മൂല്യനിർണ്ണയം നടത്തുന്ന വ്യക്തിയാണ് അല്ലെ. അപ്പൊ അവരുടെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ശുപാർശയ്ക്ക് അനുസൃതമായിട്ടായിരിക്കും ഈ ഹോസ്പിറ്റലിന് ഈ ഒരു അക്രഡിറ്റേഷൻ
പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് നാം തീരുമാനിക്കുന്നത്. മനസ്സിലായോ? ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് എന്ന് പറഞ്ഞാല് ഇവിടെ അവർ നേരിട്ട് വരുന്നില്ല, മറിച്ച് എന്താ ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിഫൈൻഡ് ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ട് ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് ഇങ്ങനെ ആപ്ലിക്കബിൾ ആക്കണം, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് കൊടുക്കും. ആ ഒരു ചെക്ക് ലിസ്റ്റ് പ്രകാരം കൃത്യമായ ഇൻഫർമേഷൻസും ഡോക്യുമെന്റ്സും ഈ ഹോസ്പിറ്റലുകാർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ലാബിന് എന്ത് ചെയ്യുന്നു, അയച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. അതേ സെയിം ഡോക്യുമെന്റ്സും ഇൻഫർമേഷൻസും ആ ലാബിലെ അസസർ വിലയിരുത്തുക അല്ലെങ്കിൽ അവലോകനം ചെയ്യുകയും ചെയ്യും. ഇത്രയും ക്ലിയർ ആണോ? ഇനി ഈ പറയുന്ന ലാബിലെ അസസർ ഇത് വിലയിരുത്തി കഴിഞ്ഞു കഴിയുമ്പോൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ മറ്റ് അക്രഡിറ്റേഷന് മറ്റു പ്രോസസ്സുകളിലൂടെ കടത്തി വിടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആരുടെ ശുപാർശ പ്രകാരമാണ്? ആ അസസറുടെ തീരുമാനമാണ്. ആ അസസറാണ് അത് വിലയിരുത്തുന്നത്. അസസർ പറയാണ് ഇവര് ചെക്ക് ലിസ്റ്റ് പ്രകാരം തന്നിരിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും ഡോക്യുമെന്റ്സും ശരിയായിട്ടാണ് തോന്നുന്നത്, അപ്പൊ ഇവർ അടുത്ത പ്രോസസ്സിലേക്ക് കടത്തിവിടാം എന്ന് ശുപാർശ ചെയ്താൽ അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്താൽ അടുത്ത പ്രോസസ്സിലേക്ക് അവർ കണ്ടിന്യൂസ് പ്രോസസ്സിലേക്ക് കടന്നു പോകും. അല്ലാത്ത പക്ഷം അത് അവിടെ വെച്ച് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യപ്പെടുകയും ചെയ്യും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഡെസ്ക്ടോപ്പ് അസസ്മെന്റ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. Then third one ആണ് റിമോട്ട് അസസ്മെന്റ്. റിമോട്ട് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വിദൂരമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. റിമോട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ വിദൂരമായ സ്ഥലം അല്ലെങ്കിൽ റിമോട്ട് ലൊക്കേഷൻ എന്നൊക്കെ പറയുന്നത് അല്ലെ, ഒരു വിദൂര സ്ഥലം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇൻ ദിസ് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ദ അസസർ does not go to the HCO in person. അതായത് വ്യക്തിപരമായിട്ട് ഇവർ ഒരു വ്യക്തികളായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിട്ടൊന്നും ഇവരൊരിക്കലും ആ ഒരു അസസ്മെന്റ് ചെയ്യേണ്ടതായിട്ട് ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലേക്ക് നേരിട്ട് പോകുന്നില്ല. മറിച്ച് ഇവരെന്തായിരിക്കും ചെയ്യുന്നത്? ഒത്തിരി അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഒക്കെ വന്നു അല്ലെ, എന്തായിരിക്കും ചെയ്യാം? വിർച്വൽ പ്ലാറ്റ്ഫോംസിന്റെ സഹായത്തോടു കൂടി അല്ലെ. ഏതൊക്കെയാണ് വിർച്വൽ പ്ലാറ്റ്ഫോംസിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു? ഇത്രത്തോളം ഉണ്ട് അല്ലെ. അതെ, AI ആവാം. പിന്നെ എന്താ, നമുക്കിപ്പോ ഇവിടെ ഒരു അസസ്മെന്റ് നടത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പല ആർട്ടിക്കിളുണ്ട് അല്ലെ, ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് വീഡിയോ കോളുകളിലൂടെയോ ഒക്കെ നേരിട്ട് നമുക്ക് അവിടെ ചെന്നില്ലെങ്കിൽ പോലും നമുക്ക് കണ്ടുകൊണ്ട് വിലയിരുത്താൻ പറ്റില്ലേ? ഒത്തിരി സൗകര്യങ്ങൾ ഇപ്പൊ ഉണ്ട് അല്ലെ. അപ്പൊ അതേപോലെ വിർച്വൽ, അതെ, വീഡിയോ കോൾ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് നമുക്ക് കണ്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം? ഇവിടെ വിലയിരുത്തൽ നടത്താൻ പറ്റണം. ഇവിടെ അതാണ് ഒരു പ്രത്യേകത. റിമോട്ട് അസസ്മെന്റ് ആണ്. ഒരു സ്ഥലത്ത് നിന്നാണ് ഇവരത് വിലയിരുത്തൽ നടത്തുന്നത്. അവർ നേരിട്ട് ഒരു അസസറോ അല്ലെങ്കിൽ ഒരു അസസ്മെന്റ് ടീമോ നേരിട്ട് ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലേക്ക് വ്യക്തിപരമായിട്ട് നേരിട്ട് അവിടേക്ക് വരുന്നില്ല. പക്ഷേ അവിടെ അസസ്മെന്റ്, മൊത്തത്തിലുള്ള ആ ഒരു മൂല്യനിർണ്ണയം നടത്തുന്നത് ഫ്രം എ റിമോട്ട് ലൊക്കേഷൻ through the use of virtual platform. Virtual platformsന്റെ സഹായത്തോടു കൂടി ഒരു വിദൂര സ്ഥലത്തിരുന്നു കൊണ്ട് ഇവര് മൂല്യനിർണ്ണയം നടത്തുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? പല വീഡിയോ കോളുകളിലൂടെ കാര്യങ്ങളോട് ഓൺലൈൻ ആയിട്ട് നമുക്ക് ഒത്തിരി രീതിയിൽ പല മെത്തേഡുകളിലൂടെ അസസ്മെന്റുകൾ നടത്തുന്നുണ്ട്. Then hospital needs to provide the online platform. There are nominal overhead charges for hospital which they need to pay. ഇനി ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹോസ്പിറ്റലിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് അല്ലെ. Needs to provide the online platform. There are nominal overhead charges for hospital which they need to pay. ഇങ്ങനെ ഒരു റിമോട്ട് അസസ്മെന്റ് നടത്തുമ്പോൾ ആ ഹോസ്പിറ്റലിന് നോർമൽ ആയിട്ടുള്ള ചാർജ് ആയിരിക്കും? അല്ല, ഒരു സ്മോൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നാമമാത്രമായിട്ടുള്ള എന്ന് പറയാം അല്ലെ. നോമിനൽ എന്ന് പറഞ്ഞാൽ നാമമാത്രമായിട്ടുള്ളൊരു ചാർജ് അല്ലെങ്കിൽ സ്മോളർ അല്ലെങ്കിൽ സിംബോളിക് ചാർജ് നമ്മൾ ഇവർക്ക്
ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഹോസ്പിറ്റല് നൽകേണ്ടതായിട്ട് വരും അല്ലെ? ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണമെങ്കിൽ, നല്ല ക്വാളിറ്റിയുള്ള പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒത്തിരി കോസ്റ്റ്ലി ആണ് അല്ലെ? എന്നാൽ പോലും ഒരു റിമോട്ട് അസസ്മെന്റ് അവിടെ നടത്തണമെങ്കിൽ ആ ഹോസ്പിറ്റലിന് ചെറിയ രീതിയിലുള്ള ഒരു ചാർജ് അവിടെ നൽകേണ്ടതായിട്ടുണ്ട്. മനസ്സിലായോ? റിമോട്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കാം, വിദൂര സ്ഥലത്തിരുന്നു കൊണ്ടാണ് അവിടെ വിലയിരുത്തൽ നടത്തുന്നത്. എന്നാൽ പോലും അവിടെ നല്ല രീതിയിലുള്ള പൂർണ്ണമായിട്ടുള്ള മൂല്യനിർണ്ണയം നടത്തുന്നുണ്ട്. അവിടെ എന്താ ഒരു പ്രത്യേകത? നേരിട്ട് അസസേഴ്സ് ഒന്നും ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലേക്ക് വ്യക്തിപരമായിട്ട് നേരിട്ട് എത്തുന്നില്ലെങ്കിൽ പോലും അവർ ആ വിദൂര സ്ഥലത്തിരുന്നു കൊണ്ട് വിർച്വൽ പ്ലാറ്റ്ഫോമുകളുടെ സഹായത്തോടുകൂടി മുഴുവനായിട്ടും മൂല്യനിർണ്ണയം നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കണമെങ്കിൽ ആ ഹോസ്പിറ്റലിന് ചെറിയ രീതിയിലുള്ള ചാർജ് നൽകേണ്ടതായിട്ട് വരും. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ റിമോട്ട് അസസ്മെന്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ലാസ്റ്റ് വൺ പറയാലോ. നെക്സ്റ്റ് വരുന്നതാണ് ഹൈബ്രിഡ് അസസ്മെന്റ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ അതിലൂടെ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? എങ്ങനെയാണ് ഒരു ഹൈബ്രിഡ്? നമ്മൾ ഓപ്പറേഷൻ DH ഒക്കെ പഠിച്ചപ്പോ പറഞ്ഞോ ഹൈബ്രിഡ് ഓപ്പറേഷൻ DH ഒക്കെ? കൂടുതൽ ക്വാളിറ്റി ഉണ്ടാവും. ഇനി ഇവിടെ എന്തായിരിക്കും ഒരു പ്രത്യേകത? രണ്ട് രീതിയും ഒരുമിച്ച് വരുന്നുണ്ട്. മനസ്സിലായോ? രണ്ട് രീതിയും ഒരുമിച്ച് വരുന്നുണ്ട്. അതായത് കുറച്ച് ആളുകള് ഫിസിക്കലി അവിടെ വരുന്നതുകൊണ്ട് മറ്റുള്ള ഭാഗങ്ങള് ഏത് രീതിയിലായിരിക്കാം? വിർച്വൽ രീതിയിലുമായിരിക്കും. രണ്ട് രീതിയും അവിടെ കമ്പൈൻ ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഹൈബ്രിഡ് അസസ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. നോക്കിയേ, ഇൻ ദിസ് ടൈപ്പ് ഓഫ് അസസ്മെന്റ് one assessor may be physically present in the healthcare organization during the audit. അപ്പൊ ഈ ഒരു അസസ്മെന്റ് അല്ലെങ്കിൽ ഓഡിറ്റ് നടത്തുന്ന സമയത്ത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു അസസ്സർ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ എന്തായിരിക്കും? ഫിസിക്കലി പ്രസന്റ് ആയിരിക്കും. അവിടെ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ അവർ നേരിട്ട് അവിടെ എത്തി അവിടെ പ്രസന്റ് ആയിരിക്കും. മറ്റുള്ള അസസ്സേഴ്സ് എങ്ങനെയായിരിക്കും? will be doing the audit from a remote location through the use of virtual platform. virtual platformന്റെ സഹായത്തോടു കൂടി വിദൂര സ്ഥലത്തിരുന്നു കൊണ്ടായിരിക്കും അതേ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള അസസ്സേഴ്സ് അങ്ങനെയായിരിക്കും അവിടെ ആ ഒരു മൂല്യനിർണ്ണയം നടത്തുന്നത്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു അസസ്സർ അവിടെ എന്തായിരിക്കും? പ്രസന്റ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഹൈബ്രിഡ് അസസ്മെന്റില് രണ്ട് രീതിയും കമ്പൈൻ ചെയ്ത് വരുന്നുണ്ട്. അതിൽ ആ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു മൂല്യനിർണ്ണയം നടത്തുന്ന സമയത്ത് ആ ഒരു വ്യക്തി, ഒരു അസസ്സർ അവിടെ നേരിട്ട് പ്രസന്റ് ആയിരിക്കും. മറ്റുള്ളവര് അതേ സമയത്ത് ഹൈബ്രിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിർച്വൽ രീതിയിലായിരിക്കും അസസ്മെന്റ് നടക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഹൈബ്രിഡ് അസസ്മെന്റ് എന്താന്നുള്ളത് ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ എന്താന്നുള്ളത്? രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം കേട്ടോ. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ആ നാലെണ്ണത്തിൽ വേഗം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ചാനൽ. നമ്മൾ പറഞ്ഞ കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയുമ്പോൾ ഇവിടെ all applicants and accredited healthcare organizations are strongly advised to use the remarks column. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് റിമാർക്സ് കോളം എവിടെയുള്ളത്? ആ ഒരു ഓൺലൈൻ പോർട്ടലിലുള്ള റിമാർക്സ് കോളം ഉപയോഗിച്ചായിരിക്കണം കമ്മ്യൂണിക്കേഷൻ
നടത്തേണ്ടത്. അവിടെ അത് സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്ന, ശക്തമായിട്ട് അവിടെ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ സ്ട്രോങ്ലി അഡ്വൈസ് ചെയ്യുന്ന എല്ലാ ഹോസ്പിറ്റലുകളും അല്ലെങ്കിൽ എല്ലാ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും അക്രഡിറ്റേഷൻ കിട്ടിയവരായിക്കോട്ടെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളവരായിക്കോട്ടെ, അവര് എല്ലാവരും എന്താണ് ഈ ഒരു റിമാർക്സ് കോളം കൃത്യമായിട്ട് ആശയവിനിമയം നടത്താനായിട്ട് ഉപയോഗിക്കാനായിട്ട് ഈ നാം എന്ത് ചെയ്യുന്നുണ്ട്, ശക്തമായിട്ട് നിർദ്ദേശം നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം നാം നൽകുന്നത്? The hospitals are strongly discouraged to communicate through telephone or email to secretariat members, as communication cannot be saved as part of a particular HCO record. അതായത് നമ്മളിവിടെ ഹോസ്പിറ്റലുകൾ ഒന്നുമില്ലെങ്കിൽ ഒരു ഇമെയിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ടെലിഫോൺ കോളുകളിലൂടെയോ ഒരു ആശയവിനിമയം നടത്താനായിട്ട് തയ്യാറാവുകയാണ് വിചാരിക്കുക. എവിടെയുള്ളതാ? ആ ഒരു നാമിലുള്ള സെക്രട്ടേറിയറ്റ് മെമ്പേഴ്സുമായിട്ട് ഒരു ടെലിഫോൺ കോളുകളിലൂടെയോ അല്ലെങ്കിൽ ഇമെയിലുകളിലൂടെയോ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് പൂർണ്ണമായിട്ട് അവർ എന്ത് ചെയ്യുന്നു, അത് ഡിസ്കറേജ് ചെയ്യാണ്. കാരണം എന്തുകൊണ്ടാണ്? അത് നമുക്ക് HCO റെക്കോർഡ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ഒരു പർട്ടിക്കുലർ റെക്കോർഡായിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കില്ല. സൂക്ഷിച്ചിരിക്കാൻ എന്താണ് സഹായകമാകുന്നത്? അങ്ങനെ ഒരു പർട്ടിക്കുലർ HCO റെക്കോർഡായിട്ട് സൂക്ഷിച്ചാൽ may not be available for further reference. അതായത് ഇവിടെ അങ്ങനെ ഒരു HCO എന്ന് പറയുന്ന റെക്കോർഡായിട്ട് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഉണ്ടാവുന്ന റെഫറൻസുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അല്ലെ, നേരത്തെ പറഞ്ഞ കാര്യമാണ്. പിന്നീട് ഉണ്ടാവുന്ന എന്തൊരു റെഫറൻസിനും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം അതെങ്ങനെയാണെങ്കിലാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഈ ഓൺലൈൻ പോർട്ടലിലുള്ള റിമാർക്സ് കോളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമുക്ക് പ്രത്യേക ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ റെക്കോർഡായിട്ട് സ്റ്റോർ ചെയ്യാനും ഫർദർ ആയിട്ടുള്ള റെഫറൻസുകൾക്ക് വേണ്ടി ഉപയോഗിക്കാനും പറ്റും. എന്നാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ടെലിഫോൺ കോളുകളിലൂടെയോ അല്ലെങ്കിൽ ഇമെയിലൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ഈ പറയുന്ന റെക്കോർഡായിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള റെഫറൻസുകൾക്കും നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവിടെ എപ്പോഴും നമ്മുടെ നാമ റെക്കമെൻഡ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഏത് മെത്തേഡാണ്? റിമാർക്സ് കോളത്തിലൂടെ, ഓൺലൈൻ പോർട്ടലിലുള്ള റിമാർക്സ് കോളം യൂസ് ചെയ്യാനായിട്ടാണ് സ്ട്രോങ്ലി അവരെ അഡ്വൈസ് ചെയ്യുന്നത്. മനസ്സിലായോ? Then the metrics for communication is available at NAV website. ഈ NAV വെബ്സൈറ്റില് എന്ത് മെട്രിക്സ്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള മെട്രിക്സ് ലഭ്യമാണ്. അതായത് നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വെറുതെ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല, അല്ലെ? കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സ് അനുസരിച്ചുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം നടത്തേണ്ടത്. കാരണം ഇത്രയും വലിയൊരു സ്ഥാപനവുമായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്, അല്ലെ? അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ കണ്ടു കാണും. നമ്മൾ ഓൺലൈനായിട്ട് ചാറ്റ് ഒക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും. കൃത്യമായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് വായിച്ചു തരും. കണ്ടിട്ടുണ്ടോ അത്? നിങ്ങൾ എവിടെയെങ്കിലും ഓൺലൈനായിട്ട് എന്തെങ്കിലും ഒക്കെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്തിട്ടില്ലേ? നമ്മൾ ഒരു ഹലോ അല്ലെങ്കിൽ ഒരു ഹായ് ഒക്കെ അയക്കുമ്പോൾ തന്നെ നമ്മുടെ കുറെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇപ്പൊ വരണം കാണാറില്ലേ? അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചാണ് ബാക്കിയുള്ളത് വരുന്നത്. നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാൻ മതി, അല്ലെ? പിന്നെ അവരുടെ ഒഫീഷ്യൽസ് ആയിരിക്കും നമ്മളോട് സംസാരിക്കുക. ആണോ? ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ നടത്തുന്നത്. അല്ലാതെ വളരെ നോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല. കാരണം അത്രയും വലിയൊരു സ്ഥാപനമാണ്. അപ്പൊ അതിനതിൻ്റെതായ കുറെ ഘടകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിനൊന്നും തന്നെ ഇപ്പൊ ഒരാളുടെ എൻക്വയറി വന്നു, അപ്പൊ അത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട എൻക്വയറിയാണ്, ഏത് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്, അതിനനുസരിച്ച് അവിടെ മറുപടി പറയേണ്ടത് ആരാണ് എന്നൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാരണം അതിനെ കുറിച്ച് അറിവുള്ള ആളുകളാണ് നമുക്ക് മറുപടി തരയുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കുറെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഘടന, അതിനനുസരിച്ചുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ശരിക്കും നാവിന്റെ വെബ്സൈറ്റിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള സ്ട്രക്ചേർഡ് ഡോക്യുമെന്റ് ആണ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ മെട്രിക്സ് ഒക്കെ കൃത്യമായിട്ട് ആ വെബ്സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് ലഭ്യമാക്കി കിട്ടും. ആ ഒരു മെട്രിക്സിനനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളും അവരുടെ അടുത്ത് ഇന്ന
ടോപ്പിക്കൽ ഇന്ന തരത്തിലുള്ള ഇൻഫർമേഷൻ ആണ് എനിക്ക് കിട്ടേണ്ടത്, ഇന്ന വ്യക്തിയിൽ നിന്നുള്ള മറുപടിയാണ് കിട്ടേണ്ടത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കമ്മ്യൂണിക്കേഷനിലൂടെ ചോദിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. മനസ്സിലായോ? ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കി. കമ്മ്യൂണിക്കേഷൻ ചാനലിന്റെ താഴെ പറഞ്ഞിരിക്കുന്ന ഒരു വെബ്സൈറ്റ് കണ്ടോ? ആ ഒരു വെബ്സൈറ്റ് നമ്മൾ പറഞ്ഞില്ലേ, ലാബിന്റെ വെബ്സൈറ്റിലൂടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മെട്രിക്സ് കിട്ടുമെന്ന്. ആ ഒരു വെബ്സൈറ്റ് ആണ് താഴെ തന്നിരിക്കുന്നത്. ആ ഒരു വെബ്സൈറ്റിലൂടെ കയറിയാൽ നമുക്ക് ആ ഒരു മെട്രിക്സ് അവൈലബിൾ ആയി കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? മിസ് പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ വ്യക്തമാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അസസ്മെന്റ് ആണ് കേട്ടോ. ഇവിടെ രണ്ട് രീതിയിലുള്ള അസസ്മെന്റ് ഉണ്ട്. ഒന്നാമത്തത് അസസ്മെന്റ്, അത് ആദ്യത്തെ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഓപ്ഷണൽ ആണ്. അതായത് വേണ്ടവർക്ക് ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട എന്ന് വെച്ചാല് ഇവിടെ ഇവരൊരു 3 മാസം നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ? നമ്മൾ ആദ്യം പറഞ്ഞിരുന്നില്ലേ? ഒരു 3 മാസമെങ്കിലും ആ സ്റ്റാൻഡേർഡ്സ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പിലാക്കണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനൽ അസസ്മെന്റ് എന്ന് പറയുന്നതാണ് ശരിക്കുമുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു മൂല്യനിർണ്ണയം. അപ്പൊ അതിനു മുൻപ് ചില സ്ഥാപനങ്ങള് ഒരു അസസ്മെന്റ് അതിന്റെ മോഡല്, നമ്മളൊരു മോക്ക് ടെസ്റ്റ് ഒക്കെ നമ്മൾ നടത്താറില്ല, അല്ലെങ്കിൽ മെയിൻ പരീക്ഷയ്ക്ക് മുമ്പ് നമ്മളൊരു മോഡൽ നടത്താറില്ലേ? അതുപോലെ ഇവരും എന്ത് ചെയ്യും, ഒരു അസസ്മെന്റ് വെക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലാബുമായി ബന്ധപ്പെട്ട അസസേഴ്സ് ഈ പറയുന്ന സ്ഥാപനത്തിൽ വന്ന് നോക്കുകയും അവർക്ക് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളിൽ പോരായ്മകളൊക്കെ ഉണ്ടാവും അല്ലെ? അങ്ങനെയുള്ള പോരായ്മകളൊക്കെ കണ്ടെത്താനും അത് ഫൈനൽ അസസ്മെന്റ് ആവുമ്പോഴേക്കും പരിഹരിക്കാനും വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അസസ്മെന്റ് ജസ്റ്റ് വെറുതെ അസസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഓപ്ഷണൽ ആണ്, എല്ലാവർക്കും ചെയ്യണം എന്നില്ല. താല്പര്യമുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് ഈ അസസ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് വെക്കാം. അതാണ് അവിടെ പ്രത്യേകം ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, നിർബന്ധമില്ല ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള ലാബുമായി ബന്ധപ്പെട്ട ഈ പ്രീ അസസ്മെന്റ് ടീം എന്ത് ചെയ്യും, ഒരു അസസ്മെന്റിന് മുമ്പുള്ള സ്റ്റെപ്പാണ് കേട്ടോ. പ്രീ അസസ്മെന്റ് ടീം വന്ന് അത് ചെക്ക് ചെയ്യും, അവരുടെ പോരായ്മകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ആ ഒരു ഹോസ്പിറ്റലിന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവർക്ക് ആ ഫൈനൽ അസസ്മെന്റ് ആവുമ്പോഴേക്കും ആ പോരായ്മകളൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ നൽകുന്നത്. നമ്മൾ മോഡലൊക്കെ നടത്തുന്ന അങ്ങനെയല്ലേ? മോഡലിൽ നല്ല രീതിയിൽ നമുക്ക് ചിലപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്താ വിഷമിക്കാണ് വേണ്ടത്? അല്ല, നമ്മുടെ പോരായ്മകളൊക്കെ കണ്ടെത്തി മെയിൻ എക്സാമുകളിലേക്ക് നമ്മൾ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്യും അല്ലെ? നമുക്ക് കിട്ടാത്ത ഭാഗങ്ങളൊക്കെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നമ്മൾ കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്യും അല്ലെ? അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യും, അസസ്മെന്റിന് വേണ്ടിയിട്ട് അവർ വന്ന് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അവിടെ പോരായ്മകളുള്ള അല്ലെങ്കിൽ എന്തൊക്കെ കുറവുകളാണുള്ളത് ആ ഏരിയക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് ഫൈനൽ അസസ്മെന്റിന് വേണ്ടി പൂർണ്ണമായ രീതിയിൽ നല്ല കംപ്ലീറ്റ് ആയ രീതിയിൽ സെറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു പ്രീ അസസ്മെന്റ് എന്ന് പറയുന്ന ഏരിയ. കേട്ടോ? പേരാണല്ലോ, ഇനി അത് പറയാം കേട്ടോ. നിങ്ങൾക്ക് അല്ലെങ്കിൽ രണ്ടും തമ്മിലൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗട്ട് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് കേട്ടോ. അപ്പൊ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഓപ്ഷണൽ ആണ്, ശരിക്കും ഇത് പ്രീ അസസ്മെന്റ് ആണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ ഓൾറെഡി ഉണ്ട്, അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടോ, അപ്പൊ ഒട്ടും കൺഫ്യൂഷൻ വരില്ല. അസസ്മെന്റ് എന്ന് പറയുന്ന ലോട്ട് കേൾക്കുമ്പോഴല്ലേ വ്യത്യാസം വരിക. The lab had made a pre assessment optional, അത് അണ്ടർലൈൻ ചെയ്തിട്ടോ, അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവും. ഒരു പ്രീ അസസ്മെന്റ് ആണ്, ശരിക്കുമുള്ള മൂല്യനിർണ്ണയത്തിന് മുൻപുള്ള മുൻപുള്ള ഒരു മൂല്യനിർണ്ണയമാണ് ഇവിടെ നടത്തുന്നത്. ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ നമുക്ക് നടത്തിയാൽ മതി, അല്ലെങ്കിൽ വേണ്ട അല്ലെ? Then those hospital which do not want to undergo pre-assessment എന്നാണ് കേട്ടോ. അവിടെ pre-assessment shall provide in writing the remark form of online application form. ഇവിടെ എന്താണ് ഈ ഒരു pre-assessmentന് എന്താണ്, ഹോസ്പിറ്റലിൽ ഡു നോട്ട് വാണ്ട്, ചില ഹോസ്പിറ്റലുകൾക്ക് ഇത് ആവശ്യമായിട്ട് വരില്ല. കാരണം എന്താ, അവർക്ക് ബോധ്യമുണ്ട് അവരെല്ലാ രീതിയിലുള്ള കാര്യങ്ങളും
കൃത്യമായിട്ടാണ് ചെയ്യുന്നത് എന്ന് ബോധ്യമുള്ള ഒരു ഹോസ്പിറ്റലാണ് അവർക്ക് അതിന്റെ ആവശ്യം ചിലപ്പോ വരില്ല അല്ലെ. അപ്പൊ എല്ലാ ഹോസ്പിറ്റലും ഇതിന് ചിലപ്പോ എന്ത് ചെയ്യാറില്ല, പ്രീ അസസ്മെന്റ് നടത്താറില്ല. അങ്ങനെയുള്ള ഹോസ്പിറ്റൽ which do not want to undergo pre-assessment, അതായത് പ്രീ അസസ്മെന്റിന് വിധേയമാകാൻ ആഗ്രഹിക്കാത്ത ആശുപത്രികൾ shall provide in writing the remark column of online application form. ആ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമില് രേഖാമൂലം അത് വേണ്ട എന്ന് നൽകണം. മനസ്സിലായോ? അവർക്ക് അങ്ങനെ ഒരു പ്രീ അസസ്മെന്റിന്റെ ആവശ്യമില്ല എന്ന് അവരെവിടെ നൽകണം? കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിലൂടെയാണ് നമ്മൾ പറഞ്ഞേ, റിമാർക്ക് കോളത്തിലൂടെയാണെന്ന് പറഞ്ഞു അല്ലെ. ആ റിമാർക്സ് കോളത്തില് അവരത് രേഖാമൂലം നടത്തണം. ഞങ്ങള് പ്രീ അസസ്മെന്റ് നടത്തുന്നില്ല എന്ന് രേഖാമൂലം നൽകിയിരിക്കണം. ഇതിന് വിധേയമാകാത്ത ഹോസ്പിറ്റലുകാരുടെ കാര്യം പറയുന്നുണ്ട്. Then, however, the lab shall conduct the pre-assessment for those hospital which are desirous for the same. ഈ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രീ അസസ്മെന്റ് നടത്തണമെന്ന് ആഗ്രഹമുള്ള ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി നാം എന്ത് ചെയ്യാറുണ്ട്? ഈ പ്രീ അസസ്മെന്റ് നടത്തി നൽകാറുണ്ട് അല്ലെ. വേണ്ടാത്തവർക്കാണെങ്കിൽ രേഖാമൂലം പറയാം ഞങ്ങള് പ്രീ അസസ്മെന്റ് നടത്തുന്നില്ല. വേണമെന്ന് പറയുന്നവർക്ക് നാം എന്ത് ചെയ്യാറുണ്ട്? ആ ഒരു പ്രീ അസസ്മെന്റ് നടത്തി നൽകാറുണ്ട്. മനസ്സിലായോ? Then the principal assessor and the other assessors are assigned the job of pre-employment. എന്താണ്? അസസ്മെന്റ് എന്നാണ് കേട്ടോ, പ്രീ അസസ്മെന്റ്. അപ്പൊ പ്രിൻസിപ്പൽ അസസർ ഉണ്ടായിരിക്കും ആൻഡ് അതർ അസസേഴ്സ്, ഒരു ടീമായിട്ടല്ലേ അവര് വരുന്നത്. ഈ പ്രിൻസിപ്പൽ അസസറും വരും, അവരുടെ ആ ഒരു ടീം മെമ്പേഴ്സ്, മറ്റ് അസസേഴ്സും എന്ത് ചെയ്യുന്നു? ആൻഡ് അസൈൻ ദ ജോബ് ഓഫ് പ്രീ അസസ്മെന്റ്. പ്രീ അസസ്മെന്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ജോലി ഇവർ ഏറ്റെടുക്കും. ഇനി ഒരു പ്രിൻസിപ്പൽ അസസർ എന്ത് ചെയ്യും? ഷാൽ സബ്മിറ്റ് ദ പ്രീ അസസ്മെന്റ് റിപ്പോർട്ട് ഓൺലൈൻ. അവരെന്ത് ചെയ്യാം? ഈ ഒരു അസസ്മെന്റ് കഴിഞ്ഞു, അവർ ടീം വന്നു, പ്രിൻസിപ്പൽ അസസർ ആണെങ്കിൽ ആ ടീം വന്നു, അവർ അസസ്മെന്റ് എന്ന് പറയുന്ന ആ ജോലി പൂർണ്ണമായിട്ട് ചെയ്തു. അതിനുശേഷം ഇവര് ആ ഒരു ഓൺലൈൻ പോർട്ടലില് ഇവർ ഈ ഒരു പ്രീ അസസ്മെന്റിന്റെ റിപ്പോർട്ട്, അതായത് ഇവിടെ വന്നു അവർ അസസ്മെന്റ് ചെയ്തു, ആ വിലയിരുത്തലിന് റിപ്പോർട്ട് കൊടുക്കണ്ടേ? ആ ഒരു റിപ്പോർട്ട് ഇവര് എന്ത് ചെയ്യും? ആ ഒരു ഓൺലൈനായിട്ട് ഇവര് പബ്ലിഷ് ചെയ്യും അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യും. ഈ ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യണം? ആ ഹോസ്പിറ്റൽ ഷാൽ ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ് ഓൺ ദ നോൺ കൺഫോമിറ്റീസ് ഫേസ്ഡ് ബൈ ദ പ്രിൻസിപ്പൽ അസസർ ടീം. ആ ഒരു ടീം ഒരു റിപ്പോർട്ട് ഇട്ടു എന്ന് പറഞ്ഞില്ലേ, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടില്ലേ? ആ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും? ആ ഒരു സ്ഥാപനത്തിലെ പോരായ്മകളുടെ ഇതിലേക്കാണ് എന്തൊക്കെ പൊരുത്തക്കേടുകളാണ് അപ്പോൾ അതിന്റെ സ്റ്റാൻഡേർഡിൽ കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് മനസ്സിലായ കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇവര് കൃത്യമായിട്ട് ആ റിപ്പോർട്ടിൽ ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവും. ആ പറയുന്ന പൊരുത്തക്കേടുകള് അല്ലെങ്കിൽ ആ പോരായ്മകള് കാര്യങ്ങളെല്ലാം ആ ഹോസ്പിറ്റലിന് ഈ ഒരു റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാനും and hospital shall in any case be required to pay the requisite annual fee before the final assessment. അതിനുശേഷം അവർക്ക് ആ ഒരു റിപ്പോർട്ട് പ്രകാരം അവർ കൂടുതൽ മെച്ചപ്പെടുത്തൽ നടത്താൻ പറ്റും. അതിനുശേഷം അവർ ആ ഒരു ഫൈനൽ അസസ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫീസ്, ആനുവൽ ഫീസ് എന്ത് ചെയ്യുന്നതായിട്ട് വരും? അടയ്ക്കേണ്ടതായിട്ടുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി. അസസ്മെന്റ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഇപ്പൊ സമയമില്ല, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. പ്രീ അസസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.